ഇപ്പം നമ്മൾ നോക്കാൻ പോണത് വന്നിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം വന്നിട്ട് എന്തെടുത്താലും തേങ്ങയാണോ എന്ന് മാത്രം തന്നെ ചോദിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ വന്ന് തേങ്ങ തന്നെ. ഏതിലും നമ്മൾ തേങ്ങ ഇടാത്തത് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും എന്താ പറയണത് ഏതാ പറയണമെന്ന്. എന്നിട്ട് നമ്മൾ എല്ലാ സാധനത്തിലും പായസം നോക്കൊണ്ട് എല്ലാത്തിലും നമ്മുടെ തേങ്ങ മാത്രമേ പ്രത്യേകതയുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത് തേങ്ങൻ്റെ കാര്യങ്ങളാണ്. ഞാൻ വീട്ടിലേക്ക് നിന്ന് ഗീതയാണ്. ഇപ്പം നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന മെഷീൻ വന്ന് ഹോട്ടലിലേക്കുള്ളവർക്ക് അതിപക്ഷം നമ്മൾ ഹോട്ടലുകളിലും നമ്മുടെ വേറെ നാട്ടിൽ നിന്നൊക്കെ ആര് വന്നാലും നമ്മുടെ കേരള ഫുഡുകൾ തന്നെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കും, ഇലയട ഉണ്ടാക്കും, അതേപോലെ തട്ടപ്പം വരട്ട് ഉണ്ടാക്കും. അങ്ങനെ പുട്ട് മെയിൻ അത് നമ്മുടെ കേരള സൈഡിൽ നിന്ന് പറയാൻ വന്നാൽ പുട്ടുണ്ടാകും, കടലക്കറി ഉണ്ടാവും ചോദിക്കും. കടലക്കറി പറയുമ്പോൾ അവർ വിചാരിക്കും ഇറച്ചിൻ്റെ കാര്യമൊക്കെയാണോന്ന്. അങ്ങനെയല്ല, അവരതൊരു ജോക്കായിട്ട് പറയും. നമ്മുടെ പുട്ട് ഉണ്ണിയപ്പം ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ ഇതിൽ എല്ലാത്തിലും ഉണ്ണിയപ്പത്തിൽ വന്നിട്ട് നമ്മൾ ചില്ലി ചില്ലായിട്ട് ഇടും, ആപ്പത്തിന് വന്നിട്ട് നമ്മൾ ചിരവിതിടും, പായസത്തിന് ചില്ലി ചില്ലിയായിട്ട് ഇടും, ചിരവിട്ടിടും. അത് വയസ്സായ മുറ്റന്മാർക്ക് മുത്തശ്ശന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരവിട്ട് കൊടുക്കും. അത് രണ്ടും നമ്മൾ കടകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇതില്ലല്ലോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വന്ന് ചില്ലി നീളമായിട്ടും തരും, കുട്ടിയായിട്ട് പൊടിയാക്കിയിട്ടും തരും. ഇപ്പം നമ്മൾ കടകളിലേക്ക് പറയുമ്പോൾ അതന്നെ ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇലയട, പുട്ട് ഇതുപോലെ നിറയെ സാധനങ്ങൾ ഉണ്ടാക്കാം. അതിൽ കൂടെ ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയത് ഞാൻ ഒരു കടയിൽ പോയി കഴിക്കുമ്പോൾ ചമ്മന്തി വെച്ചിരുന്നു. എന്നിട്ട് അതും തേങ്ങയിൽ ഉണ്ടാക്കുന്നതല്ലേ ചമ്മന്തി. ഇതെന്താണ് കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ആൾക്കാർ ചോദിക്കില്ല. നമ്മുടെ നാടല്ലാതെ വെളിയിൽ നിന്ന് വന്നവർ ഇതെന്തൊരു ഫുഡ്, ഇതെന്ത് കാരണമാണ് അവർ കഴിച്ചു നോക്കിയിട്ടും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടവർ 2-3 പ്രാവശ്യമായിരിക്കും വാങ്ങി കഴിക്കുന്നത്. എന്താ വെച്ചാൽ അത് നമ്മുടെ പ്രത്യേകത ഈ തേങ്ങയിൽ ഉണ്ടാക്കിയതാണ്. അത് കാരണം ഈ തേങ്ങയ്ക്കുള്ള കാര്യങ്ങൾ നിറയെ സാധനം ഉണ്ടാക്കാം. അത് തന്നെ ഏട്ടന്മാർ ഈ മെഷീൻ എടുത്താൽ നിങ്ങൾക്ക് സമയം സേവായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നൈസായിട്ട് നീളമായിട്ട് കട്ട് ചെയ്യാം. എത്ര ഭംഗിയായിട്ട് വീണ് പോകണം നോക്കി. ഇത് നമ്മൾ അടപ്പായസത്തിന് ഇടാം, അടപ്പായസത്തിന് സ്ക്വയറായിട്ടും ഇടാം, ഇങ്ങനെയും ഇടാം. അത് നമ്മുടെ ഭംഗിനെ പുറത്ത് മാത്രം. ഇത് നോക്കി മറക്കാതെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. അതങ്ങനെ ഒപ്പം ചെയ്ത് വിട്ടാൽ എല്ലാം ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകും. ഇപ്പം നമ്മൾ വന്നിട്ട് അപ്പോഴേ നീളമായിട്ട് ചന്നമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് കുട്ടി ചെറുതായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഇടാനായിട്ട് എടുക്കുമല്ലോ, അതുപോലെ ഇത് നോക്കി നിറയെ നമ്മൾ ഈ സൈസിലൊക്കെ കട്ട് ചെയ്ത് ഇതിന് നിറയെ ഇട്ട് കൊടുക്കുക. ഇതിൽ നിറയെ ഇട്ട് കൊടുത്തിട്ട് ഈ വുഡിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഓടോടെ അത് ഇറങ്ങുമ്പോൾ അമർത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ മെഷീനാണ് ചെയ്യുക. ആ പീസ് എങ്ങനെ വന്ന് വീട് നോക്കി എത്ര ഭംഗിയായിട്ടുണ്ടാവും നോക്കി. ഇത് നോക്കി ഇപ്പം നമ്മൾ ചെറുതായിട്ട് കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തത് എത്ര ഭംഗിയായിരിക്കും നോക്കി. ഇതൊക്കെ നമ്മൾ ഉണ്ണിയപ്പത്തിലിട്ട് എത്ര ടേസ്റ്റ് ആയിരിക്കും. പറയുമ്പോൾ വായിൽ വെള്ളം ഊർന്നു. എന്നിട്ട് ഇത് വീട്ടിൽ പോയി ഇപ്പം നിങ്ങൾക്ക് കാട്ടിയിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ഇതുപോലെ പൊടിയാക്കി എടുത്തിട്ട് കടകളിൽ നമ്മുടെ കേരള സൈഡിലുള്ള ഫുഡുകൾ വേണം പറയുന്നവർക്ക് സന്തോഷമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു വീട്ടിൽ ഒരു 4-5 തെങ്ങുള്ളവരുണ്ടാവും. അത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് വെളിയിൽ കൊടുക്കുമ്പോൾ അതൊരു കാശിൻ്റെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ മെഷീൻ വാങ്ങി വെച്ചാൽ നമുക്കൊരു 10 തേങ്ങ വീണാലും നമ്മൾ കട്ട് ചെയ്യാം. ഇത് ഈ 10 തേങ്ങ തൂക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കില്ല. അത് കാരണം ഇത് സിമ്പിൾ, നമ്മൾ വീട്ടിലുള്ളവരും എടുക്കാം. ഇത് മെയിൻ കടയ്ക്കുള്ളതായിട്ട് യൂസ് ചെയ്യാം. ഇത് നോക്കി എത്ര ഒരു ഭംഗിയായിരിക്കണെന്ന്. ഇതിപ്പം നമ്മൾ വന്ന് ഇപ്പോൾ പായസത്തിൽ അങ്ങനെയും ഇടാം, ഇങ്ങനെ ഇടാൻ പറയുന്നത് ഒരു ലുക്കിനായിട്ട്, ഒരു ചന്തത്തിനായിട്ട്. ചന്തം പറയുമ്പോൾ അതേ പായസം നമ്മൾ ഇനിയൊരു കലയിൽ വെച്ച് ഇതെന്ത് വേറെ പായസമാ ചോദിക്കും. അതുപോലെ ഇടന്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തെങ്ങ് നമ്മുടെ അവിടെ ഒരു 4-5 ഉണ്ടെങ്കിലും ഇതുപോലെയും ജീവി തരും. നമുക്കപ്പോൾ വേഗം ഉണക്കാൻ പറ്റും. നമ്മൾ തിരി കനം കൂടി ഒക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ വേഗം ഉണക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ അങ്ങളിൽ നിറയെ മഴ പെയ്യാറുണ്ട്. ഇത് ഒരു ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടണമെങ്കിൽ ഇത്ര ലേസായിട്ടുണ്ടെങ്കിൽ ടക്കിന് ഉണങ്ങി കിട്ടും. ഇത് നോക്കി എത്ര ഒരു കനം ചെറുതായിട്ട് എത്ര ഭംഗിയായിരിക്കണില്ലേ. ഇത് ഞാൻ അന്ന് പോയി പായസം വെച്ചോളാം. ശരിയാ.